ബീഹാറിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് RJD എം.എൽ.എമാരായ വിഭാദേവിയും പ്രകാശ് വീറുമാണ് വേദി പങ്കിട്ടത്. ഇരുവരും ഉടൻ BJP-യിൽ ചേർന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, വിവരങ്ങൾ. അജീഷ്, റീജിത്ത്, എന്തായാലും ബീഹാറിലെ RJDക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. അവരുടെ 2 സിറ്റിംഗ് MLA-മാർ ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി ഗയയിലായിരുന്നു. അവിടെ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളൊപ്പം തന്നെ ചില പദ്ധതികളുടെ തറക്കല്ലിടൽ കർമ്മവും നടത്തിയത്. അവിടെ വലിയ റോഡ് ഷോയോടൊക്കെയായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്തത്. ഒപ്പം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈ വേദിയിലായിരുന്നു RJDയുടെ 2 MLA-മാർ, ഒന്ന് നവാഡയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള വിഭാദേവി, ഒപ്പം തന്നെ രജൌലിയിൽ നിന്നുള്ള MLA പ്രകാശ് വീർ, ഈ 2 MLA-മാർ കൂടി പങ്കെടുത്തത്. ഇവർ രണ്ടുപേരും നേരത്തെ തന്നെ ഈ BJP-യിലേക്ക് അടുക്കുന്നു എന്ന ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഈ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ചില MLA-മാർക്കും ഒപ്പം തന്നെ ചില നേതാക്കൾക്കും എതിർപ്പ് ഉണ്ടായിരുന്നു RJDക്ക് ഉള്ളിൽ തന്നെ. ഈ വിഭാദേവി RJDയുടെ തന്നെ മുൻ MLA ആയിട്ടുള്ള രാജ് ബല്ലവ് യാദവ്, അദ്ദേഹം RJD തന്നെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയാണ്. അദ്ദേഹം നേരത്തെ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്നു. ആ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിലാണ് പാറ്റ്ന ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് നൽകിയേക്കുമെന്നുള്ളൊരു ചില സൂചനകളൊക്കെ വന്നതിന് പിന്നാലെയാണ് വിഭാദേവി BJP-യുമായി കൂടുതൽ അടുക്കുന്നത്. ഒപ്പം തന്നെ രജൌലിയിൽ നിന്നുള്ള MLA പ്രകാശ് വീർ, അദ്ദേഹം അതൊരു സംവരണ മണ്ഡലം കൂടിയാണ്. അദ്ദേഹത്തിന് വീണ്ടും ആ സീറ്റിൽ മത്സരിക്കാൻ അവസരം നൽകിയേക്കില്ല എന്ന ചില സൂചനകൾ അവിടെ കഴിഞ്ഞ ദിവസം ഈ തേജസ്വി യാദവ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് BJP-യുമായി അദ്ദേഹം കൂടുതൽ അടുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഈ വേദിയിൽ ഇരുവരും എത്തിയത്. എന്തായാലും ഇരുവരും ഉടൻ തന്നെ ഈ MLA സ്ഥാനമടക്കം രാജിവെച്ചതിന് ശേഷം BJP-യിൽ ചേർന്നേക്കും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.